എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മാർച്ച് 7 വെള്ളിയാഴ്ച. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം, പ്രത്യേക ആവശ്യം ഇപ്പോൾ സമർപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, അമ്മയുടെ സ്ഥിരീകരണത്തിനാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ ഓരോ അനുഭവങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരിക്കപ്പെട്ട സാക്ഷിയായി ജീവിക്കുവാൻ അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിലെ പിരിമുറുക്കത്തോടുകൂടി ഉറക്കമില്ലാത്തവർ, പ്രഷർ കൂടുന്നവർ, അതിൻ്റെ പേരിൽ പല രോഗങ്ങളാൽ മനസ്സിടിഞ്ഞു പോകുന്നവർ ഉണ്ട്. കർത്താവേ, ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ അവരെ നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യീശോയെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ അനുസ്മരിക്കണമേ. കർത്താവേ, നിന്റെ നാമത്തിൽ അടിയൻ ഇക്കാലങ്ങളെല്ലാം ചെയ്തിട്ടുള്ള സുവിശേഷ വേലകൾ നീ ഓർക്കണമേ. അത് ഓർത്തുകൊണ്ട് ആരെല്ലാം ഇപ്പോഴും ഈ പ്രാർത്ഥനയുടെ കീഴിൽ വരുന്നുവോ, ആരെല്ലാം ഈ പ്രാർത്ഥനയിൽ ആശ്വാസം പ്രാപിക്കുന്നതിന് വേണ്ടി നിന്റെ തിരുസന്നിധിയിൽ കണ്ണുകളടച്ച് കൈകൾ കൂപ്പി നിൽക്കുന്നുവോ കർത്താവേ, അതെല്ലാം അവരുടെ യോഗ്യത കൊണ്ടല്ല, ഞങ്ങളുടെ പാപങ്ങളെല്ലാം വിസ്മരിച്ചുകൊണ്ട് അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ യോഗ്യതയാൽ നീ അവരുടെ കണ്ണ തൊതണമെന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ശിരസ്സ് നമിച്ചുകൊണ്ട് കൈകൾ കുപ്പി നിൽക്കുന്ന, അതിരുപൊടി നിൽക്കുന്ന മക്കളുടെ മേൽ നിര തിരുമുറുപാർന്ന വലതുകിടത്തിൻ്റെ ആശീർവാദം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, എല്ലാ മാലാഖമാരെ, രക്തസാക്ഷികളെ, വിശ്വാസപിതാവെ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. കർത്താവേ, സുവിശേഷത്തിന് വേണ്ടി രാത്രിയും പകലും ജീവിക്കുന്ന അനേകം മക്കളുണ്ട് കർത്താവേ. അവിടെ പ്രാർത്ഥന ചേർത്തുകൊണ്ട് കർത്താവേ, അത്ര കണ്ട് സുവിശേഷ വിഹിതമല്ല എന്നാൽ ജീവിതത്തിലെ താങ്ങാനാവാത്ത ജീവിത പ്രസംഗങ്ങളുമായിട്ട് ദൈവദിവസത്തിന് വരാൻ പോലും യോഗ്യതയില്ലെന്ന് കരുതിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പോലും മനസ്സ് മടിഞ്ഞു നിൽക്കുന്ന മക്കളുടെ മേൽ കർത്താവേ, അങ്ങയുടെ പീഡാനുഭവത്തിന്റെ യോഗ്യതയാൽ, സഭയുടെ പ്രാർത്ഥനയുടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ യോഗ്യതയാൽ അങ്ങ് ഈ പ്രഭാതത്തിൽ അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ജീവിക്കാൻ മാർഗമില്ലാത്തവരെ, ജീവിത മാർഗങ്ങൾ നഷ്ടപ്പെട്ടു പോയവരെ, ജപ്തിക്കും അതുപോലെ തന്നെ വിറ്റുമാറി അന്യാധീനപ്പെട്ടു പോയവരെ, ഇങ്ങനെ ഓരോരോ തരത്തിൽ ഓരോരോ വിഷമത അനുഭവിക്കുന്നുണ്ട് ഈശോയെ. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ 40-ലേറെ വർഷമായിട്ടും കർത്താവ് ജീവിത പങ്കാളി കിട്ടാത്തവരുണ്ട് ഈശോയെ. അവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരോ ഉദ്യമത്തിനായി കർത്താവ് അങ്ങയുടെ മക്കൾ അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് അങ്ങയുടെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ കർത്താവ് അവരുടെ യോഗ്യതയല്ല, അവരുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ട് അവർ കണ്ണീരോടെയാണ് വിതക്കുന്നതെങ്കിലും കർത്താവ് ജയഘോഷത്തോടെ കുവിത കറ്റയുമായി തിരിച്ചെത്തുന്ന കർഷകനെ പോലെ സങ്കീർത്തനത്തിൽ പാടുന്ന പോലെ കർത്താവ് തിരിച്ചു വരാൻ, നിന്റെ നാമത്തെ മഹത്വപ്പെട്ട് തിരിച്ചു വരാൻ ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ നാമത്തിൽ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ ശക്തിയെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നോൻപ് കാലം ആരംഭിച്ചിരിക്കുക. നമ്മൾ നോൻപിലൂടെ കടന്നു പോവുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ആത്മാവിൻ്റെ വസന്തമാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ നമ്മളുടെ എൻ്റെ ഇടവക തൈക്കാട്ടുശ്ശേരിയിൽ എൻ്റെ ഇടവകയിൽ ചെന്നപ്പോൾ, അവിടെ നോൻപാചരണത്തിന് വേണ്ടി ചെന്നപ്പോൾ, അപ്പോൾ പള്ളിയുടെ പുറകിൽ ആണ് എൻ്റെ മുറി, പള്ളിമുറി. അതിൻ്റെ ഫ്രണ്ടിൽ ഞാനൊരു പൊട്ടിക കെട്ടിയിട്ടുണ്ട്. അവിടെ ഇരുന്നാണ് ഞാൻ പണ്ട് എഴുതുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ പോയി ഇരുന്നപ്പോഴുണ്ട് നമ്മുടെ ഇംഗ്ലീഷ് കൊന്നകളൊക്കെ പൂത്ത് നിൽക്കണേ. ഞാൻ ഇംഗ്ലീഷ് കൊന്നയോട് പറഞ്ഞു, 1.5 മാസം തെറ്റി അല്ലേ എന്ന് ചോദിച്ചു. കാര്യം ഇവർ പണ്ട് ഇംഗ്ലീഷ് കൊന്നകളൊക്കെ പൂക്കണത് ജനുവരി മാസത്തിലായിരുന്നു. ജനുവരി ഒരു 25ഓടുകൂടിയായിരുന്നു. ഇപ്പോഴത് ഫെബ്രുവരി 25 കഴിഞ്ഞിട്ട് മാർച്ച് മാറുന്നത്. ഒരു മാസം ഗ്യാപ്പ്, 1 മാസത്തെ ഡിഫറൻസ് നമുക്ക് കാലാവസ്ഥ സംഭവിച്ചിട്ടുണ്ട്. നോൻപ് കാലം ഒരു കാലാവസ്ഥയാണ്. ആത്മാവിൻ്റെ ഒരു പുനർജനിക്ക് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ നമ്മൾ കേരള കാത്തലിക് ചർച്ചിലെ ഒരു ട്രഡീഷൻ ഉള്ളത്. സീറോ മലബാറിലും ഉണ്ട്, ലത്തീനിലും ഉണ്ട്. അതായത് കരി ഓശാന ഞായറാഴ്ച നമ്മൾ ഉപയോഗിക്കുന്ന ഓലകളെ സൂക്ഷിച്ച് വെക്കുമ്പോൾ അത് ഉണങ്ങിയിട്ട് ഈ കരിക്കുരി ബുധനാഴ്ച അത് പൊടിച്ച് കരിച്ച് എണ്ണ ചേർത്ത് അവർ തപസ്സിൻ്റെ അടയാളമായിട്ട് നെറ്റിക്ക് പൂശും. അപ്പം ഈ പൂശുന്ന അടയാളം ഞാൻ എന്ത് ചെയ്തുകൊണ്ട് വിശദീകരണം ചോദിച്ചു കഴിഞ്ഞാൽ, ഒത്തിരി അക്രൈസ്തവരായ സഹോദരൻ എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ വിശദീകരിച്ച് പറയാൻ. കത്തോലിക്കോട് പറഞ്ഞ കാര്യമില്ല. പക്ഷേ മലങ്കരക്കാർക്കും അതുപോലുള്ള ഒരു അടിയന്തരം ഞാൻ കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരണത്. അപ്പം ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരു കാലം ആരംഭിക്കുക, തപസ്സിൻ്റെ ഒരു കാലം. തപസ്സിൻ്റെ ഒരു കാലം എന്താണ് ഉദ്ദേശിക്കുന്നത്? തപസ്സിൻ്റെ ഒരു കാലം അതായത് സഭ നമ്മുടെ നിത്യത്തിലേക്കുള്ള യാത്രയിൽ ചില കാര്യങ്ങൾ നമ്മൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എന്തിനാണ് നോൻപെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമാവർത്തനമാണിത് പറയണത്. കാര്യം നമ്മുടെ ഉപവാസമല്ലേ. ഇപ്പോൾ ഉപവാസം ഒന്നാമത്തേൽ എന്താണ്? ഭക്ഷണപാനീയങ്ങളുടെ മേലുള്ള മിതത്വം പാലിക്കൽ ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഘടകമാണല്ലോ. അപ്പോഴേ എന്തിനാണ് അങ്ങനെ ഭക്ഷണപാനീയങ്ങളുടെ മിതത്വം പാലിച്ച് നമ്മൾ 1 നേരമോ 2 നേരമോ ഉപവസിക്കണേ? എന്തുകൊണ്ടാണ്? അപ്പോൾ വിശപ്പ് അറിയണേ. നിയമാവർത്തന പുസ്തകമാണ് അതിൻ്റെ മെയിൻ സംഭവം. എന്തിനാണ് വിശപ്പ് അറിയണത്? നിയമാവർത്തനം 8:3 എടുത്തേ. അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്ന കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല. അത് നമുക്ക് അടുത്ത പ്രാവശ്യത്തെ ധ്യാനത്തിലിടുക. അപ്പം കൊണ്ട് മാത്രമല്ല. അപ്പം ഇവിടെ എന്താണ് വിശപ്പറിയാൻ വിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ. നോൻപിൻ്റെ ഉദ്ദേശം എന്താണ്?
വിശപ്പ് അറിയാൻ വിടുക തന്നെയാണ്. അപ്പം നമ്മൾ ഓർക്കും വിശപ്പ്, നമ്മുടെ വിശപ്പ്, നമുക്ക് വിശപ്പുണ്ടെന്ന് നമ്മൾ അറിയണം. അതുമാത്രമല്ല സംഭവം, മറ്റുള്ളവരുടെ വിശപ്പ് നമ്മൾ അറിയണം. മറ്റുള്ളവരുടെ വിശപ്പ് അറിയുമ്പോൾ പഴയ നിയമത്തിൽ എളിമപ്പെടുത്താൻ വേണ്ടിയുള്ള അഹങ്കാരം അമർച്ച ചെയ്യുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. പക്ഷെ പഴയ നിയമത്തിൽ വിശപ്പ് അറിയുന്നത് നിയമാവർത്തനം 8:3 അനുസരിച്ചുകൊണ്ട് അഹങ്കാരം അമർച്ച ചെയ്യുക, എളിമപ്പെടുത്തുക, എന്നിട്ട് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കാനുള്ള സാഹചര്യം സംജാതമാക്കുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് നമ്മൾ സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, കർത്താവിൻ്റെ ആത്മാവിലാണെന്ന് പറയണില്ലേ സക്കറിയായിൽ നമ്മൾ വായിക്കണേ 4:6. അതിൻ്റെ കാരണം എന്താണ്? ഈ സൈന്യവും ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അപ്പുറത്ത് ദൈവത്തിൻ്റെ ഒരു സ്പേസ് ഉണ്ട്. എൻ്റെ കഴിവ്, എൻ്റെ പണം, എൻ്റെ പാർട്ടി, എൻ്റെ ബുദ്ധി. പക്ഷെ അങ്ങനെ പറയുമല്ല, എനിക്ക് ബുദ്ധി ഉണ്ടായിരുന്നു. ചേട്ടാനിമാരും വഴക്കെടുമ്പോൾ പറയത്തില്ലേ, നീ പഠിച്ചില്ല, അതിന് ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് ബുദ്ധി ഉണ്ടായിരുന്നു, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു, ഞാൻ ജയിച്ചു, എനിക്ക് ജോലി കിട്ടി, നീ പഠിച്ചില്ല. അപ്പോൾ നീയോ ഞാനോ എന്നൊക്കെ വെച്ചോണ്ട് അപ്പം ഞാൻ എനിക്ക് ബുദ്ധി ഉണ്ടായിരുന്നു. അതൊക്കെ ബുദ്ധി എവിടെ നിന്ന് കിട്ടി? ദൈവം തന്നതല്ലേ. അതൊന്നും മനസ്സിലാക്കുമ്പോഴല്ല എളിമ വരണത്. അല്ലെങ്കിൽ അതുകൊണ്ട് താനെ തന്നെ ഉണ്ടാക്കിയെടുത്ത ബുദ്ധിയാണെന്ന് തോന്നിപ്പോകും. ബുദ്ധി ഇല്ലാത്ത അവസരമാണ് നീ ജനിച്ചതൊക്കെ എന്ത് ചെയ്തേനെ? അപ്പം അതൊക്കെ ദൈവത്തിൻ്റെതാണെന്ന് തിരിച്ചറിയണം. ഈ നോൻപിൻ്റെ ഉദ്ദേശം അങ്ങനെയാണ് നമ്മൾ എളിമപ്പെടണത്. അത് പൗലോസ് അവസാനം പറയും. പൗലോസ് ഭയങ്കര വില്ലനായിരുന്നു. നിങ്ങൾ റോമൻ പൗരനാണെങ്കിൽ ഞാനും റോമൻ പൗരനാണ് എന്നൊക്കെ പറയുന്ന ആളായിരുന്നു. അവസാനം അദ്ദേഹം പറയുന്നത് എന്താണ്? ഞാൻ എന്തായിരിക്കുന്നുവോ അത് കർത്താവിൻ്റെ കൃപയാലാണെന്ന് പറയും. ഇത് ഒരു പറച്ചിലല്ല, ഒരു അറിവിനേക്കാളുപരി ഒരു തിരിച്ചറിവാണ്. അതായത് നോൻപ് കാലത്ത് ഒരു തിരിച്ചറിവുണ്ടാകണം. അതിനാണ് എളിമപ്പെടണമെന്ന് പറയണത്. ഇങ്ങനെ പറയുമേ, റെഡിമെയ്ഡായിട്ട് അലക്കി തെച്ച വർത്തമാനങ്ങൾ നമുക്ക് എത്ര വേണമെങ്കിലും പറയാം. എളിമയായിട്ട് തോന്നും. ചുമ്മാ മനസ്സിൽ തട്ടണമെന്നല്ല. ഒരു മനുഷ്യൻ്റെ തിരിച്ചറിവുണ്ട്. ആ തിരിച്ചറിവിലേക്ക് അവൻ തന്നെ അത് മനസ്സിലാക്കും. എന്താണ്? നമ്മളുടെ വീക്ക്നെസ് മനസ്സിലാക്കും. അപ്പം അത് ആ മനസ്സിലാക്കുമ്പോൾ അറിയാവുന്ന ഒരു അന്തർജ്ഞാനമുണ്ട്. അതെന്താണ്? അതെന്ന് പറയണത് ഞാൻ എന്തായിരിക്കുന്നുവോ അത് കർത്താവിൻ്റെ കൃപയാലാണ്. അപ്പം ദൈവത്തിനായിരിക്കും ഒന്നാം സ്ഥാനം കൊടുത്ത് നമ്മൾ ചിന്തിക്കുന്നത്, പെരുമാറുന്നത്, സംസാരിക്കുന്നത്, സമീപിക്കുന്നത്. അതൊരു സമ്പ്രദായമായി മാറും. നമ്മുടെ തന്നെ ഒരു സംസ്കാരമായിട്ട് മാറും. അല്ലെങ്കിൽ നോൻപ് കാലത്ത് ഈ സംസ്കാര രൂപീകരണമാണ് ശരിക്കും പറഞ്ഞാൽ സുവിശേഷ വിഹിതമായ അനുഗ്രഹം ആവഹിക്കാനും ദൈവത്തിന് വേണ്ടി ജീവിക്കാനും വേണ്ടി നമ്മളെ സഹായിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പരുവപ്പെടുത്തലാണ് ഈ നോൻപ് കാലം എന്ന് പറയണത്. അല്ലെങ്കിൽ പാപത്തിന് പരിഹാരം ചെയ്യണത് മാത്രമല്ല. ഇതാണ് 1 കൊരിന്ത്യർ 15:10 എന്ന് പറയണത്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് എല്ലാവരെയും കാൾ അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. അപ്പൊ ഞാനല്ല എന്ന് പറയണില്ലേ? ഞാനാണെന്നല്ല പുള്ളി അദ്ദേഹം പറഞ്ഞത്. ആദ്യം നിങ്ങൾ ഞാൻ ഹെബ്രായനാണ്, റോമൻ പൗരനാണ്, പരിസയനാണ്, ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയണത് ഞാനല്ല എന്ന് പറയത്തില്ല. ആദ്യത്തെ അറിവും പിന്നത്തെ തിരിച്ചറിവുമാണ്. പക്ഷേ തിരിച്ചറിവ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനാണ്? ദൈവത്തിന് നമ്മളിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ഇക്കോളജി, ഒരു സ്പിരിച്വൽ ഇക്കോളജി, ഒരു ആധ്യാത്മിക പരിസ്ഥിതി രൂപീകരിക്കുന്ന ഒരു കാലമാണ് ശരിക്കും പറഞ്ഞാൽ നോൻപ് കാലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് സ്വഭാവം, ഒരു മനുഷ്യൻ്റെ സ്വഭാവമില്ലേ, അത് ചിലപ്പോൾ സുവിശേഷ വിഹിതമായിരിക്കത്തില്ല. സ്വന്തം ഭാവത്തെ സുവിശേഷ വിഹിതമാക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ നോൻപ് കാലത്ത് നടക്കുന്നത്. നോൻപ് കാലം അത് ദൈവസ്നേഹമുള്ളവർക്ക് അത് തുടർക്കാലമാണത്. സ്വന്തം ഭാവം, ഈ സ്വഭാവം പിന്നീട് സുവിശേഷ വിഹിതമായി കഴിയുമ്പോൾ സുവിശേഷ ഭാവമായി മാറും. ഈ സുവിശേഷ ഭാവം പിന്നീട് സുവിശേഷ ഭാവമായതിന് അത് റെക്കർ ചെയ്ത് വരുമ്പോൾ സുവിശേഷ ശീലങ്ങൾ വരും. ഹാബിറ്റ്, ഇറ്റ് റിപ്പീറ്റഡ് ആക്ഷൻ ആണല്ലേ ഹാബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ശീലം, സ്റ്റൈല്, ഒരു സുവിശേഷത്തിൻ്റെ സ്റ്റൈല് വരും ലൈഫിൽ. പിന്നെ ഈ സ്റ്റൈല്, ശീലം തന്നെ പിന്നെ റെക്കർ ചെയ്ത് കുറേ വർഷങ്ങൾ എടുത്തു കഴിയുമ്പോൾ അതൊരു ശീലം, ഒരു സമ്പ്രദായമായി മാറും. അപ്പോൾ അവിടെ ഒരു സമൂഹം കൂടി ഉണ്ടാകും അതിൻ്റെ കൂടെ. കാര്യം അതേ ശൈലിയിൽ പ്രവർത്തിക്കുന്നവരുടെ ഒരു സമൂഹം ഉണ്ടാകും. സമൂഹം സമ്യക്കായിട്ടിങ്ങനെ അത് ഒരേ രീതി പ്രവർത്തിച്ച് വരുമ്പോഴാണ് നമ്മൾ സമ്പ്രദായങ്ങൾ ഉണ്ടാകുന്നത്.
ഈ സമ്പ്രദായങ്ങളെ കാലങ്ങളെ ഒരു സമൂഹം, ഒരു പ്രത്യേക സമ്പ്രദായത്തിൽ വളരുന്ന സമൂഹം അല്ലെങ്കിൽ സമുദായം അത് കാലങ്ങളിലൂടെ സഞ്ചരിച്ച് കഴിയുമ്പോൾ സംസ്കാരമായിട്ട് മാറും. അപ്പോൾ നോൻപിൻ്റെ ഉദ്ദേശം ഒരു സുവിശേഷ സംസ്കാരം നിങ്ങളിൽ രൂപപ്പെട്ട് വരിക എന്നുള്ളത്, നമ്മളിൽ രൂപപ്പെട്ട് വരിക എന്നുള്ളതാണ്. അങ്ങനെയുള്ള വളരെ അതിൻ്റെ ഒരു നാന്ദിയായിട്ടാണ് ഈ കരിക്കുരു നമ്മൾ നെറ്റിയിൽ പൂശേണ്ടത്. അല്ലാതെ കുർബാന സ്വീകരിച്ച ശേഷം ചില അണ്ണന്മാർ പറഞ്ഞ് നിൻ്റെ എന്ന് പറഞ്ഞിട്ട് അയ്യോ ഞാൻ കുർബാന സ്വീകരിച്ചാണെന്ന് പറഞ്ഞ് നാക്കെ കുറിച്ചിടും. അപ്പോൾ ദാറ്റ് മീൻസ് ഇയാൾക്ക് മാറ്റമൊന്നുമില്ല. പിന്നെ അയാൾ ഒരു ദൈവത്തിൽ നിരക്കാത്തൊരു വാക്ക് പറഞ്ഞിട്ട് പെട്ടെന്ന് ഓർക്കണം മാത്രമേ ഉള്ളൂ. മെക്കാനിക്കലായിട്ടുള്ളൊരു വെടിനിർത്തലാണത്. അതല്ല, മറിച്ച് അങ്ങനെ ഒരു സാധനം നമ്മൾക്കിത് വരത്തില്ല. അപ്പം അതുകൊണ്ടാണ് അങ്ങനെയുള്ള നോൻപുകളാണ് സത്യസന്ധമായിട്ടുള്ള ദൈവാന്വേഷണത്തിൻ്റെ കാലം എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് കൊന്നകൾ പൂക്കുന്ന സ്ഥലത്ത് വെച്ച് നമ്മൾ തുടങ്ങിയതാണ്. ആത്മാവിൻ്റെ കൃപയുടെ പൂക്കാലമാണ് ശരിക്കും നോൻപ് കാലം. നല്ല നോൻപ് കാലം